ഫിഷലോട് കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാപ്രവചനം 19 അധ്യായം 6 വാക്യം. നദികൾക്ക് നാറ്റം പിടിക്കും, മിസ്രൈമിലെ തോടുകൾ വറ്റി ഉണങ്ങും, ഞാങ്ങണയും വേഴവും വാടിപ്പോകും. യെശയ്യാപ്രവചനം 19 അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ മിസ്രൈമിലെ ജനത്തിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാങ്ങണയും വേഴവും വാടിപ്പോകും എന്നാണ്. ഈ വാക്യത്തിൽ നിന്ന് തന്നെ ഞാങ്ങണയെ പോലെ ചതുപ്പ് നിലത്തിൽ വളരുന്ന ഒരു സസ്യമാണ് വേഴം എന്ന് വ്യക്തമാകും. സിർപ്പസ് ലാക്കട്രസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് വേഴം. ഇംഗ്ലീഷിൽ റഷസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തണ്ടുകളും ഇലകളും നേർത്തിരുണ്ട് പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ബലക്കുറവ് മൂലം ഇതിൻ്റെ തലപ്പുകൾ വളഞ്ഞ് വെള്ളത്തിൽ മുട്ടിക്കിടക്കും. യെശയ്യാപ്രവചനം 58 അധ്യായം 5 വാക്യത്തിലും വേഴത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാപ്രവചനം 58 അധ്യായം ഇസ്രായേലിന്റെ പൊള്ളയായ ആരാധനയുടെയും കപടഭക്തിയുടെയും നേർക്കുള്ള ദൈവത്തിൻ്റെ എതിർപ്പാണ്. കപടഭക്തിയും പൊള്ളയായ ആരാധനയും മാറ്റിവെച്ച് ദൈവാനുഗ്രഹത്തിലേക്കും ദൈവിക പ്രസാദത്തിലേക്കും മടങ്ങി വരണമെന്ന് ദൈവം അവരെ ബുദ്ധി ഉപദേശിക്കുകയാണ്. 5 വാക്യത്തിൽ യഹോവയായ ദൈവം ചോദിക്കുന്നു, നിങ്ങളുടെ തല വേഴത്തെ പോലെ കുനിക്കുന്നതോ രട്ടുടുത്ത് വെണ്ണീരിൽ ഇരിക്കുന്നതോ ദൈവത്തിന് പ്രസാദമുള്ള ഉപവാസമാകുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. ഭാഗ്യമായ പ്രകടനത്തിലല്ല ദൈവപ്രസാദമുണ്ടാകുന്നത്. യഥാർത്ഥമായ ഭക്തിയിലേക്ക്, യഥാർത്ഥമായ ആരാധനയിലേക്ക്, യഥാർത്ഥമായ ഉപവാസത്തിലേക്ക് മടങ്ങി വരണം എന്ന് ദൈവം അവരോട് ആവശ്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യഥാർത്ഥമായ ദൈവാനുഗ്രഹത്തിലേക്ക്, യഥാർത്ഥമായ ദൈവപ്രസാദത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.